ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അറേസിൻ്റെ ബേസിക് ഫങ്ഷൻസ് ആണ്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ്, അറേസിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ്. അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഡാറ്റ ടൈപ്പ് എന്താണ്, വേരിയബിൾ എന്താണ് എന്നതിനെ പറ്റിയിട്ടൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് ഡാറ്റ ടൈപ്പ്? ഡാറ്റ ടൈപ്പ് നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? എന്തൊക്കെ നിങ്ങൾക്കറിയാവുന്ന ഡാറ്റ ടൈപ്പ് ഏതൊക്കെയാണ്? ഇൻറ്റ്, പിന്നെ ക്യാരക്ടർ, പിന്നെ ഇത് വരുന്നുണ്ട് ഫ്ലോട്ട്, പിന്നെ ഏതെങ്കിലും അറിയാമോ? ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പഠിക്കുന്നുണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 2-3 ഡാറ്റ ടൈപ്സ് ഇതാണ്. അപ്പോൾ എന്താണ് ഈ ഡാറ്റ ടൈപ്പ്? ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാമിൽ നമ്മൾ ഒരുപാട് ഡാറ്റേനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഡാറ്റയും ഓരോ ടൈപ്പിലുള്ളതായിരിക്കും. നമ്പർ ഡാറ്റ ഉണ്ടായിരിക്കും, ക്യാരക്ടർ ഡാറ്റ ഉണ്ടായിരിക്കും, സ്ട്രിങ്ങുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഡാറ്റ ഏത് ടൈപ്പിലുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഇനി അതേപോലെ തന്നെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ കൊടുക്കുന്ന എന്താണ്? എക്സ് എന്നൊക്കെ പറഞ്ഞ് വേരിയബിൾ കൊടുക്കുക. നമ്പർ, ഇതൊരു വേരിയബിളാണ്. സാലറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വേരിയബിൾ കൊടുക്കാം. പിന്നെ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ടായിരിക്കില്ലേ? പിന്നെ നെയിം, ഇങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ കുറേ വേരിയബിൾ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഈ വേരിയബിൾ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വേരിയബിൾ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ ഒരു മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന പേരാണ്. ഒരു മെമ്മറി ലൊക്കേഷന് നമ്മൾ ഒരു പേര് കൊടുക്കണം. ഇപ്പോൾ ഈ നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്? ഒരു മെമ്മറി ലൊക്കേഷനിലോട്ട് പോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഈ നമ്പറിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? അഡ്രസ് ആയിരിക്കും ഈ നമ്പർ എന്ന് പറയുന്നൊരു വേരിയബിളിൽ ഉണ്ടായിരിക്കുക. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇൻറ്റ് നമ്പർ എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ്? ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അതായത് നിങ്ങളിപ്പോൾ ഇൻറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ വേരിയബിളൊക്കെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്താ സംഭവിക്കുക? ഒരു മെമ്മറി ലൊക്കേഷൻ ഇവിടെ അതിനു വേണ്ടി കീപ്പ് ചെയ്യും. എന്നിട്ട് നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ അതിൻ്റെ അഡ്രസ്സ് സേവ് ചെയ്യും. സാധാരണ നമുക്ക് ഈ മെമ്മറി അഡ്രസ്സൊന്നും ഓർത്ത് വയ്ക്കാൻ പറ്റില്ല. നമുക്കൊക്കെ സിംബോളിക് നെയിംസ് ആണല്ലേ? നമ്മളെല്ലാം അനില, നമ്മൾ നമ്പേഴ്സിനൊക്കെ പകരം എന്താണ്? സ്ട്രിങ്, കുറച്ച് സിംബോളി മീനിങ് ആയിട്ടുള്ള നെയിമുകളാണ് നമുക്ക് ഓർത്ത് വയ്ക്കാൻ സുഖം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു മെമ്മറി ലൊക്കേഷനിൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാർക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നത്. നെയിം ആ ഒരു മെമ്മറി അഡ്രസ്സിന് പകരം ഇവിടെ നമ്മളൊരു വേരിയബിൾ നെയിം, സിംബോളിക് നെയിം യൂസ് ചെയ്യണം. അതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ ഇനീഷ്യലൈസ് ചെയ്താൽ നമ്പർ ഈസ് ഈക്വൽ ടു 10 എന്ന് ഇനീഷ്യലൈസ് ചെയ്താൽ എന്താ സംഭവിക്കുക? ആ മെമ്മറി ലൊക്കേഷനിൽ 10 എന്ന് സ്റ്റോർ ചെയ്യും. അതായത് ഇത്രയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആക്ച്വലി നമ്മൾ പറയാണ് കമ്പ്യൂട്ടറിനോട്, നമ്പർ എന്ന് പറഞ്ഞ ഒരു മെമ്മറി ലൊക്കേഷൻ എനിക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ ടൈപ്പ്, അതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റ ഏത് ടൈപ്പാണ്? ഇൻറ്റിജർ ടൈപ്പാണ്. ഇപ്പോൾ ഞാനതിൽ 10 എന്ന് സേവ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇനീഷ്യലൈസ് ചെയ്യണം, 10 എന്ന് സേവ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡാറ്റ ടൈപ്പും വേരിയബിളും ഡിക്ലറേഷൻ, ഇനീഷ്യലൈസേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഒരു വേരിയബിള് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കമ്പൈലറിനോട് മുന്നായിട്ട് പറഞ്ഞു വെക്കുകയാണ്. അതിനെയാണ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിലേക്ക് ഡാറ്റയും കൂടെ ഇനി കൊടുത്താൽ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഡാറ്റ എന്താണ് ആ ഡാറ്റ എന്നും കൂടെ കൊടുത്താൽ അതെന്തായി? ഇനീഷ്യലൈസേഷനും ആയി. ഇനി നമുക്ക് അറേയിലോട്ട് വരാം. അറേ എന്ന് പറയുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് സിമിലർ ഐറ്റംസ്. കളക്ഷൻ ഓഫ് സിമിലർ ഐറ്റംസ്. ഒരു അറേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ മാർക്സ്, എക്സാമ്പിൾ മാർക്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മാർക്സ് എന്താ? എല്ലാ ഇൻറ്റിജർ ടൈപ്പ്. 32 കുട്ടികളുണ്ടെങ്കിൽ 32 കുട്ടികളുടെയും മാർക്സ് അതെന്താണ്? അതിൻ്റെ ടൈപ്പ് ഏതാണ്? ഇൻറ്റിജർ അല്ലേ? എല്ലാം ഇൻറ്റിജറാണ്, ഒരേപോലത്തെ ഡാറ്റയാണ്. അങ്ങനെ അതിൻ്റെ കളക്ഷനെ പറയുന്ന പേരാണ് അറേ. നമുക്ക് അറേ അങ്ങനെയായിട്ട് ആ നമ്പറിനെ, ആ മാർക്സിനെയൊക്കെ നമുക്കൊരു അറേ ആയിട്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നെയിംസ്, ഇങ്ങനെ ഒരുപാട് ഉണ്ട്. അപ്പോൾ ഈ അറേ എങ്ങനെയായിരിക്കും അറേ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് വരുന്ന സമയത്ത് അതെങ്ങനെയാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്? അറേ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു n നമ്പേഴ്സ് ഉള്ള അറേയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ n ലൊക്കേഷൻസ് ആ ഒരു അറേക്ക് വേണ്ടിയിട്ട് അസൈൻ ചെയ്യും. ഓക്കെ. എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിന് ഓരോ സെല്ലിനും, ഓരോന്നിനെയും സെല്ലെന്നാണ് പറയുന്നത്. ഓരോ സെല്ലിനും ഒരു ഇൻഡെക്സ് ഉണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ഇൻഡെക്സ്. ആ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്ന് 0, 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് n ആണ് നമ്മുടെ അറേയുടെ സൈസ് എങ്കിൽ ലാസ്റ്റ് ഐറ്റത്തിന് എങ്ങനെയായിരിക്കും? ലാസ്റ്റ് ഐറ്റത്തിൻ്റെ ഇൻഡെക്സ് എന്തായിരിക്കും? n-1. ഇനി നമ്മളിതിന് ഒരു പേര് കൊടുക്കണം. നമ്മുടെ അറേയുടെ പേര് സപ്പോസ് മാർക്സ് എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ അപ്പോൾ ഈ മൊത്തം കളക്ഷനെ നമ്മളൊരു കോമൺ നെയിം അസൈൻ ചെയ്യണം. മാർക്സ്. ഈ സിമിലർ ഐറ്റംസിനെ നമ്മളൊരു കോമൺ നെയിം കൊണ്ട് സിംപിളൈസ് ചെയ്യണം, ഒരു പേര് കൊടുക്കണം അതിന്. പക്ഷേ ഇനി ഇതിൽ ഓരോരോ മാർക്സിനെയും നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം? ഇപ്പോൾ മാർക്സ് ഓഫ് 0 എന്ന് പറയുമ്പോൾ ഈ ഒരു സെല്ലിനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. മാർക്സ് ഓഫ് 1 എന്ന് പറയുമ്പോൾ ഈ സെല്ലിന്, മാർക്സ് ഓഫ് 2 എന്ന് പറയുമ്പോൾ ഈ സെല്ലിന്. അതായത് നമ്മൾ സെൽ ബൈ സെല്ലായിട്ട് നമ്മളതിനെ ആക്സസ് ചെയ്യുകയാണ്. നമുക്കതിനൊക്കെ പറ്റും. ഇതിൽ ഓരോ സെല്ലിനെയും നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഡാറ്റ സേവ് ചെയ്യാം, ഇതിൽ ഡാറ്റ ആക്സസ് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ നേരത്തെ വേരിയബിളിൻ്റെ ഇതെന്താണ്? മാർക്സ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ തന്നെയാണ്. ഈ വേരിയബിളിൽ എന്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക? ഇതിൻ്റെ സ്റ്റാർട്ടിങ്
അഡ്രസ് അല്ലെങ്കിൽ അതായത് മാർക്സിൽ എന്തായിരിക്കും ഉണ്ടാവുക? സ്റ്റാർട്ടിംഗ് അഡ്രസ് അല്ലെങ്കിൽ ബേസ് അഡ്രസ്. ഈ അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് അല്ലെങ്കിൽ ബേസ് അഡ്രസ് ആയിരിക്കും നമ്മുടെ മാർക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടായിരിക്കുക. അതായത് നമ്മുടെ അറേ എന്ന് പറയുന്നത് എന്താണ്? മാർക്സ് ആണ്. ഇതിൻ്റെ സൈസ് എത്രയാണ്? n ആണ്. അപ്പോൾ ഇവിടെ മാർക്സ് എന്ന് പറയുന്ന ഈ വേരിയബിൾ പോയിൻ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ അറേ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ മെമ്മറിയിലെ ആദ്യത്തെ അഡ്രസ്സിലേക്കാണ്. ആദ്യത്തെ ലൊക്കേഷൻ, ആദ്യത്തെ സെല്ലിൻ്റെ അഡ്രസ്സായിരിക്കും മാർക്സ് എന്ന് പറയുന്ന ഈ വേരിയബിൾ ഉണ്ടായിരിക്കുക. അപ്പോൾ രണ്ടാമത്തെ എലിമെൻറ്റിൻ്റെ എങ്ങനെ ആക്സസ് ചെയ്യുമ്പോൾ ഈ മാർക്സ് ഓഫ് 0 എന്ന് പറയുമ്പോൾ ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? മാർക്സിൻ്റെ കൂടെ 0 എന്ന് ആഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ അസ്യൂം ചെയ്യണം ഇവിടെ ഓരോ സെല്ലും 1 ബൈറ്റ് ആണെന്ന്, അതിൻ്റെ സൈസ് 1 ബൈറ്റ് ആണെന്ന് അസൈൻ ചെയ്യണം. ഓക്കെ, അസ്യൂം ചെയ്യണം. അപ്പോൾ നമ്മൾ മാർക്സ് പ്ലസ് മാർക്സ് ഓഫ് 0 എന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടെ എന്താ നടക്കുന്നത്? മാർക്സ് എന്ന് പറയുന്നതിൽ നമ്മുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഉണ്ട്, അത് മാർക്സ് പ്ലസ് 0 എന്ന് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മെമ്മറി അഡ്രസ്സ് കണ്ടുപിടിക്കുകയാണ്. മാർക്സ് ഓഫ് 1 എന്ന് പറയുമ്പോൾ മാർക്സ് പ്ലസ് 1 എന്ന്. ഇപ്പോൾ സപ്പോസ് മാർക്സ് 100ാമത്തെ മെമ്മറി ലൊക്കേഷനിലാണ് നമ്മുടെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് 100 ആണെന്നുണ്ടെങ്കിൽ ഇത് 100ൽ ഉണ്ടായിരിക്കും. ഇത് 101, 102ാമത്തെ മെമ്മറി അഡ്രസ്സാണ്. ഓരോ സെല്ലിൻ്റെ അഡ്രസ്സ് ഇങ്ങനെ പോകും, 104 അല്ലേ, അങ്ങനെ പോകും. ഇതാണ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ കോർ കൺസെപ്റ്റൊക്കെ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഉപകരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയാണ് നമ്മുടെ പ്രോഗ്രാമിൽ നിങ്ങളൊരു അറേ യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? ആദ്യം നമ്മൾ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് പറയണം. നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ഐറ്റംസിൻ്റെ ഏത് തരത്തിലുള്ള ഡാറ്റ ഐറ്റംസാണ് നമ്മൾ അറേ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ അറേ നെയിം, ദെൻ അറേ സൈസ്. ഇങ്ങനെയാണ് നമ്മളതിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് സാലറി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 32 എംപ്ലോയീസിൻ്റെ സാലറി നമ്മൾ സ്റ്റോർ ചെയ്യണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി ഇനീഷ്യലൈസേഷൻ. നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻറ്റ് സാലറി 32 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് 1000, 2000, 1500 ഇങ്ങനെ പറഞ്ഞ് കൊടുക്കാം. എത്രയാണ്? 32 നമുക്കിങ്ങനെ കോമയിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈസ് പറയാതെ സാലറി, നിങ്ങൾക്ക് സൈസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ചുമ്മാ ഇങ്ങനെയും കൊടുക്കാം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ചെയ്യും. എത്രയാണ് സൈസ് വെച്ചാൽ അത്രയും അത് ഓട്ടോമാറ്റിക്കലായിട്ട് വരും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു സെല്ലിൽ നിന്ന് എങ്ങനെ ഡാറ്റ എടുക്കാം, ഒരു സെല്ലിലേക്ക് എങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ കയ്യിലൊരു അറേ ഉണ്ട്. ഇതിൻ്റെ മാർക്സ് ഓഫ് 32 ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾ ഓൺലി ഡിക്ലെയർ ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് സേവ് ചെയ്യണം. എങ്ങനെ സേവ് ചെയ്യാൻ പറ്റുക? മാർക്സ് ഓഫ് 0 ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സേവ് ചെയ്യാം. മാർക്സ് ഓഫ് 1 ഈക്വൽ ടു 10 ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോ സെൽ ബൈ സെല്ലായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. 10 എനിത്തിങ് യു ക്യാൻ ഡു. ഇനി നമുക്ക് അതൊന്ന് എങ്ങനെയാണ് നമുക്ക് ഇങ്ങോട്ട് ഡാറ്റ എടുക്കുന്നത് എങ്ങനെയാണ് ഡാറ്റ ഗെറ്റ് ചെയ്യുന്നത്? മാർക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് സെല്ലിലെ ഡാറ്റ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. ഇതുപോലെ എക്സ് ഈസ് ഈക്വൽ ടു മാർക്സ് ഓഫ് അവസാനത്തെ സെല്ലിലെ എങ്ങനെയാണ് മാർക്സ് ഓഫ് n-1 അങ്ങനെ പറഞ്ഞാൽ അവസാനത്തെ സെല്ലിലെ ഡാറ്റ ഇതിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഒരു 1 ഡയമെൻഷൻ അറേയുടെ ഓപ്പറേഷൻസ്. അപ്പോൾ നിങ്ങളൊരു അറേ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരേണ്ടത്? കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മെമ്മറി ലൊക്കേഷൻ, ദെൻ എന്താണ് നമ്മുടെ അറേനെയും എന്താ പോയിന്റ് ചെയ്യുന്നത്? ഫസ്റ്റ് മെമ്മറി സെല്ലിലോട്ട് പോയിന്റ് ചെയ്ത് നിൽക്കുന്നു. ഇവിടെ ഓരോ സെല്ലിനും എന്തുണ്ട്? ഇൻഡെക്സ് ഉണ്ട്. അത് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ്. ഇൻഡെക്സ് അവസാനിക്കുന്നത് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിൽ നിന്ന് ഒന്ന് കുറച്ച് n-1. ഇനി നമുക്ക് ഓരോ എലമെൻറ്റ് ബൈ എലമെൻ്റായിട്ട് നമുക്കിതിനെ ആക്സസ് ചെയ്യാം. നമുക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കിതിനെ മാനിപ്പുലേറ്റ് ചെയ്യാവുന്നതാണ് ഒരു അറേനെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അറേ. ഇനി അടുത്തതായിട്ടൊരു പ്രോഗ്രാമാണ്, അത് നമുക്ക് നോക്കാം.
അതായത് മാർക്സിൽ എന്തായിരിക്കും ഉണ്ടാവുക? സ്റ്റാർട്ടിങ് അഡ്രസ് അല്ലെങ്കിൽ ബേസ് അഡ്രസ്. ഈ അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ് അല്ലെങ്കിൽ ബേസ് അഡ്രസ് ആയിരിക്കും നമ്മുടെ മാർക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടായിരിക്കുക. അതായത് നമ്മുടെ അറേ എന്ന് പറയുന്നത് എന്താണ്? മാർക്സ് ആണ്. ഇതിൻ്റെ സൈസ് എത്രയാണ്? n ആണ്. അപ്പോൾ ഇവിടെ മാർക്സ് എന്ന് പറയുന്ന ഈ വേരിയബിൾ പോയിൻ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ അറേ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ മെമ്മറിയിലെ ആദ്യത്തെ അഡ്രസ്സിലേക്കാണ്. ആദ്യത്തെ ലൊക്കേഷൻ, ആദ്യത്തെ സെല്ലിൻ്റെ അഡ്രസ്സായിരിക്കും മാർക്സ് എന്ന് പറയുന്ന ഈ വേരിയബിൾ ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ എലിമെൻറ്റിൻ്റെ എങ്ങനെ ആക്സസ് ചെയ്യുമ്പോൾ ഈ മാർക്സ് ഓഫ് 0 എന്ന് പറയുമ്പോൾ ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? മാർക്സിൻ്റെ കൂടെ 0 എന്ന് ആഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ അസ്യൂം ചെയ്യണം ഇവിടെ ഓരോ സെല്ലും 1 ബൈറ്റ് ആണെന്ന്, അതിൻ്റെ സൈസ് 1 ബൈറ്റ് ആണെന്ന് അസൈൻ ചെയ്യണം. ഓക്കെ, അസ്യൂം ചെയ്യണം. അപ്പോൾ നമ്മൾ മാർക്സ് പ്ലസ് മാർക്സ് ഓഫ് 0 എന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടെ എന്താ നടക്കുന്നത്? മാർക്സ് എന്ന് പറയുന്നതിൽ നമ്മുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഉണ്ട്, അത് മാർക്സ് പ്ലസ് 0 എന്ന് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മെമ്മറി അഡ്രസ്സ് കണ്ടുപിടിക്കുകയാണ്. മാർക്സ് ഓഫ് 1 എന്ന് പറയുമ്പോൾ മാർക്സ് പ്ലസ് 1 എന്ന്. ഇപ്പോൾ സപ്പോസ് മാർക്സ് 100ാമത്തെ മെമ്മറി ലൊക്കേഷനിലാണ് നമ്മുടെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് 100 ആണെന്നുണ്ടെങ്കിൽ ഇത് 100ൽ ഉണ്ടായിരിക്കും. ഇത് 101, 102ാമത്തെ മെമ്മറി അഡ്രസ്സാണ്. ഓരോ സെല്ലിൻ്റെ അഡ്രസ്സ് ഇങ്ങനെ പോകും, 104 അല്ലേ, അങ്ങനെ പോകും. ഇതാണ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ കോർ കൺസെപ്റ്റൊക്കെ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഉപകരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയാണ് നമ്മുടെ പ്രോഗ്രാമിൽ നിങ്ങളൊരു അറേ യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? ആദ്യം നമ്മൾ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് പറയണം. നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ഐറ്റംസിൻ്റെ ഏത് തരത്തിലുള്ള ഡാറ്റ ഐറ്റംസാണ് നമ്മൾ അറേ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ അറേ നെയിം, ദെൻ അറേ സൈസ്. ഇങ്ങനെയാണ് നമ്മളതിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് സാലറി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 32 എംപ്ലോയീസിൻ്റെ സാലറി നമ്മൾ സ്റ്റോർ ചെയ്യണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി ഇനീഷ്യലൈസേഷൻ. നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻറ്റ് സാലറി 32 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് 1000, 2000, 1500 ഇങ്ങനെ പറഞ്ഞ് കൊടുക്കാം. എത്രയാണ്? 32 നമുക്കിങ്ങനെ ഫോമായിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈസ് പറയാതെ സാലറി, നിങ്ങൾക്ക് സൈസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ചുമ്മാ ഇങ്ങനെയും കൊടുക്കാം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ചെയ്യും. എത്രയാണ് സൈസ് വെച്ചാൽ അത്രയും അത് ഓട്ടോമാറ്റിക്കലായിട്ട് വരും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു സെല്ലിൽ നിന്ന് എങ്ങനെ ഡാറ്റ എടുക്കാം, ഒരു സെല്ലിലേക്ക് എങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ കയ്യിലൊരു അറേ ഉണ്ട്. ഇൻ്റെ മാർക്സ് ഓഫ് 32 ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾ ഓൺലി ഡിക്ലെയർ ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് സേവ് ചെയ്യണം. എങ്ങനെ സേവ് ചെയ്യാൻ പറ്റുക? മാർക്സ് ഓഫ് 0 ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സേവ് ചെയ്യാം. മാർക്സ് ഓഫ് 1 ഈക്വൽ ടു 10 ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോ സെൽ ബൈ സെല്ലായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. 10 എനിത്തിങ് യു ക്യാൻ ഡു. ഇനി നമുക്ക് അതൊന്ന് എങ്ങനെയാണ് നമുക്ക് ഇങ്ങോട്ട് ഡാറ്റ എടുക്കുന്നത് എങ്ങനെയാണ് ഡാറ്റ ഗെറ്റ് ചെയ്യുന്നത്? മാർക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് സെല്ലിലെ ഡാറ്റ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. ഇതുപോലെ എക്സ് ഈസ് ഈക്വൽ ടു മാർക്സ് ഓഫ് അവസാനത്തെ സെല്ലിലെ എങ്ങനെയാണ് മാർക്സ് ഓഫ് n-1 അങ്ങനെ പറഞ്ഞാൽ അവസാനത്തെ സെല്ലിലെ ഡാറ്റ ഇതിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഒരു 1 ഡയമെൻഷൻ അറേയുടെ ഓപ്പറേഷൻസ്. അപ്പോൾ നിങ്ങളൊരു അറേ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരേണ്ടത്? കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മെമ്മറി ലൊക്കേഷൻ, ദെൻ എന്താണ് നമ്മുടെ അറേനെയും എന്താ പോയിൻ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് മെമ്മറി സെല്ലിലോട്ട് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നു. ഇവിടെ ഓരോ സെല്ലിനും എന്തുണ്ട്? ഇൻഡെക്സ് ഉണ്ട്. അത് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ്. ഇൻഡെക്സ് അവസാനിക്കുന്നത് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിൽ നിന്ന് ഒന്ന് കുറച്ച് n-1. ഇനി നമുക്ക് ഓരോ എലമെൻറ്റ് ബൈ എലമെൻ്റായിട്ട് നമുക്കിതിനെ ആക്സസ് ചെയ്യാം. നമുക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കിതിനെ മാനിപ്പുലേറ്റ് ചെയ്യാവുന്നതാണ് ഒരു അറേനെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അറേ. ഇനി അടുത്തതായിട്ടൊരു പ്രോഗ്രാമാണ്, നമുക്ക് നോക്കാം.